Dear students, നമ്മുടെ അടുത്ത ടോപ്പിക് സെപ്പറേഷൻ ഓഫ് ദ ഫ്ലോ മീൻസ് സെപ്പറേഷൻ ഓഫ് ദ എയർ ഫ്ലോ. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫുട്ബോൾ ആണ്. ഇത് നമ്മൾ സ്ട്രീം ലൈൻ, അതായത് നമ്മുടെ എയർ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എയർ ഫ്ലോന് ഒരു ഇൻബാലൻസ് വരികയും എഡീസായി ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ എയർ ഫ്ലോ സെപ്പറേറ്റ് ആവുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വിസ്കോസിറ്റി സ്ലോസ് ദ സെപ്പറേറ്റഡ് എയർ ഫ്ലോ പ്രൊഡ്യൂസിങ് എഡീസ് ബിഹൈൻഡ് ദ ബോൾ. നമ്മൾ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഫ്ലോനെ വിസ്കോസിറ്റി അതിൻ്റെ സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയും അത് കാരണമായിട്ട് ബോളിൻ്റെ പിറകു വശത്ത് എഡീസ് ഫോം ചെയ്യുകയും ചെയ്യും. ഈ എഡീസ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് എയർ മാസസിനെയാണ് നമ്മൾ എഡീസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് എഡീസ് ഇല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, air is accelerated and then slow down due to the viscosity. This causes the air to separate from the ball surface അല്ലേ. നമ്മുടെ എയർ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന എയർ വിസ്കോസിറ്റി കാരണം അതിൻ്റെ ഫ്ലോ സ്ലോ ഡൗൺ ചെയ്യുകയും അത് കാരണം ഈ എയർ ലൈൻ എന്ത് ചെയ്യാണ്, ഈ സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ആയി മാറുകയും ചെയ്യുകയാണ് അല്ലേ. ദ ഫ്ലോ ഈസ് സ്ലോ ഡൗൺ എസ്പെഷ്യലി അറ്റ് ദ ബാക്ക് ഓഫ് ദ ബോൾ. അപ്പോൾ നമ്മുടെ എയർ ഫ്ലോ മെയിനായിട്ടും സ്ലോ ആവുന്നത് ബോളിൻ്റെ പിറകുവശത്തായിട്ടാണ്. Viscosity introduces an imbalance in the flow, preventing the air from completing its journey. The separated air created turbulent eddies behind the ball. അപ്പോൾ ഈ വിസ്കോസിറ്റി കാരണം നമ്മുടെ എയർ ഫ്ലോ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കാതെ അവിടെ ഒരു ഇൻബാലൻസ് വരികയും നമ്മുടെ എയർ ഫ്ലോ അവിടെ സ്ലോ ഡൗൺ ആകുകയും അതുകൊണ്ട് തന്നെ ആ നമ്മുടെ എയറിൻ്റെ ജേർണി കംപ്ലീറ്റ് ആവാതിരിക്കുകയും ചെയ്യൂ അല്ലേ. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സർഫേസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള എയർ സ്ട്രീംസ് എന്താവും, ഇൻബാലൻസ് ടർബുലൻ്റ് ആയിട്ട് ഫോം ചെയ്യുകയും ബോളിൻ്റെ പിറകിൽ റൊട്ടേറ്റിംഗ് എയർ മാസസ് അല്ലെങ്കിൽ എഡീസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇത്രയും പോയിന്റ്സ് ആണ് സെപ്പറേഷൻ ഓഫ് ദ എയർ ഫ്ലോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ സൈക്ലിസ്റ്റുമായിട്ട് സിമിലർ ആണെന്നാണ് പറയുന്നത്. ദ പ്രോസസ് സിമിലാരിറ്റി വിത്ത് സൈക്ലിസ്റ്റ്. എ സൈക്ലിസ്റ്റ് സ്പീഡ് ഇൻക്രീസസ് ഗോയിങ് ഡൗൺ എ ഹിൽ ബട്ട് ഡിക്രീസസ് ഗോയിങ് അപ്പ് ദ അതർ സൈഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ. അതായത് ഒരു സൈക്ലിസ്റ്റ് സൈക്കിളുമായിട്ട് ഒരു മല താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സ്പീഡ് എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക അല്ലേ. പക്ഷേ അതേ സൈക്ലിസ്റ്റ് ദ സെയിം ആ മല മുകളിലോട്ട് കയറുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുക, കാരണം അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണം. Similarly, air acceleration is affected by viscosity, causing to lose energy and separated from the ball. ഇതേപോലെ തന്നെ ഇവിടെ എയറിൻ്റെ ആക്സിലറേഷൻ എന്താ ചെയ്യുക, വിസ്കോസിറ്റി കാരണം കുറയുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, എഡീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെപ്പറേഷൻ ഓഫ് ദ എയർ ഫ്ലോയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ടർബുലന്റ് വേക്ക്. എന്താണ് ടർബുലന്റ് വേക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഇത് നമ്മുടെ ഫുട്ബോളാണ്, ഇത് നമ്മുടെ എയർ സ്ട്രീം ലൈൻസ് ആണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ എയർ സ്ട്രീം ലൈൻ ഇവിടുന്ന് സർഫേസിൽ നിന്ന് സെപ്പറേറ്റ് ആയതിനു ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം അല്ലേ. ദ സെപ്പറേറ്റഡ് ഫ്ലോ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഫോംസ് എ ടർബുലന്റ് വേക്ക്. അതായത് ഈ സ്ട്രീം ലൈന് നമ്മളെ എയർ ബോളിൻ്റെ സർഫേസിൽ നിന്ന് സെപ്പറേറ്റ് ആയതിന് ശേഷം അത് അൺസ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എയർ ടർബുലന്റ് വേക്ക് ആയിട്ട് ഫോം ചെയ്യും. ഇനി എന്താണ് ടർബുലന്റ് വേക്ക് എന്ന് പറയുന്നത്? ടർബുലന്റ് വേക്ക് ഈസ് ദ ഇറഗുലർ ഫ്ലോ ഓഫ് എയർ ബിഹൈൻഡ് ദ ബോൾ. ടർബുലന്റ് വേക്ക് ഈസ് ദ ഇറഗുലർ ഫ്ലോ ഓഫ് എയർ ബിഹൈൻഡ് ദ ബോൾ. ബോളിൻ്റെ പിറകിൽ ഇറഗുലറായിട്ട് വരുന്ന എയർ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടർബുലന്റ് വേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്കീമാറ്റിക്കലി നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ദ ബോൾ മൂവിങ് ത്രൂ എയർ ക്രിയേറ്റ്സ് എ ടർബുലന്റ് വേക്ക്. ഏതൊരു ബോളാണോ എയറിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്ത് ക്രിയേറ്റ് ചെയ്യും, ടർബുലന്റ് വേക്ക് ക്രിയേറ്റ് ചെയ്യും. ദ വേവ് ഗെറ്റ് കൈനറ്റിക് എനർജി ഫ്രം ദ ബോൾ വെൻ ഇറ്റ് സ്ലോ ഡൗൺ. അതായത് സ്പീഡിൽ ബോൾ വരുമ്പം ഈ ബോൾ സ്ലോ ആവും അല്ലേ. അപ്പോൾ സ്ലോ ആവുന്ന സമയത്ത് ഈ ബോളിൽ നിന്നും കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്തിട്ടാണ് എയറിൽ എന്തുണ്ടാവുന്നത്, ടർബുലന്റ് വേക്ക് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ആസ് ദ ബോൾ സ്പീഡ്സ് അപ്പ് ദ ഡ്രാഗ് ഫോഴ്സ് ഇൻക്രീസസ്. ഇനി ഈ ബോളിന്റെ സ്പീഡ് കൂടുന്ന സമയത്ത് ഡ്രാഗ് ഫോഴ്സ് കൂടുമെന്നാണ് പറയുന്നത്. എന്താണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? It is the opposition to the motion that a ball experiences when it moves through air.
എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോളിൽ അനുഭവപ്പെടുന്ന ഓപ്പോസിഷൻ ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ ഓപ്പോസിഷൻ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ബട്ട് ആഫ്റ്റർ എ പോയിന്റ് ദ ഡ്രാഗ് ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ്സ് ബിഹേവിയർ. അതായത് ഡ്രാഗ് ഫോഴ്സ് ഒരു മൂവ് ചെയ്യുന്ന ബോളിൽ സ്പീഡിൽ എയറിൽ കൂടെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ബോളിൽ ഒരു ഡ്രാഗ് ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രാഗ് ഫോഴ്സ് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. ദിസ് ക്യാൻ ക്രിയേറ്റ് വേവ്സ് ഓൺ ദ ബോൾ സർഫേസ്. സോ ഈ ഒരു ഡ്രാഗ് ഫോഴ്സ് കാരണം നമ്മുടെ ബോളിന്റെ സർഫേസിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, വേവ്സ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടർബലന്റ് വേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കുറച്ച് പോയിന്റ്സേ നമുക്ക് ടർബലന്റ് വേക്കിൽ പറയാനുള്ളൂ കേട്ടോ.